നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിലിപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ കൂടെ ഞാനിപ്പോൾ രണ്ടാമത്തെ സിനിമയാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ ഇങ്ങനെ ഒരു വിനായകൻ ചേട്ടൻ്റെ വൈഫായിട്ടുള്ളൊരു റോൾ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഈ ഒരു വലിയ ക്രൂവിൻ്റെ കൂടെ ഇരുന്ന് സിനിമ കാണുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ ഏറ്റവും വലിയൊരു ഘടകം. സിനിമ വിജയിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഇത്. ബ്രില്യൻ വർക്ക്, നല്ല ഡയറക്ഷനായിരുന്നു, നല്ല തിരക്കഥ, രണ്ടുപേരുടെയും സ്നേഹത്തിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഈ സിനിമ. വലിയൊരു ഗ്രൂപ്പിൻ്റെ ആശയായാലും ഒത്തിരി ആളുകളുടെ കുറേ കാലമായിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ ഉള്ള ഫലമാണല്ലോ അത് ബ്രില്യൻ വർക്കായിട്ട് അത് വിജയിച്ചു എന്നാണ് പറയാനുള്ളത്. മമ്മൂക്കയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നുന്നു മമ്മൂക്കനെ. ഇത്രയും കാലമായിട്ട് നമ്മൾ മമ്മൂക്കയുടെ ഒരുപാട് ക്യാരക്ടേഴ്സ് കാണുന്നതല്ലേ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊരു വലിയൊരു സ്റ്റഡി പ്രോസസ്സാണ് ആക്ടിങ്ങിനെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരു സിനിമ നൽകുന്നത്. അതുപോലെ തന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന അഭിനയമാണ് വിനായകൻ ചേട്ടനും. വിനായകൻ ചേട്ടൻ കൂടെ നിന്ന് പോലീസുകാരനായിക്കോട്ടെ, വിനോദ് ഗാന്ധി എന്ന് പറഞ്ഞ അവസാനം വരുന്ന എൻ്റെ സുഹൃത്താണ്, അദ്ദേഹമൊക്കെ ചെയ്യണേ. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിലുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ, അവരുടെ പെർഫോമൻസ് ഒന്നും ഒരു രക്ഷയില്ല. സുന്ദരിമണികളായിട്ടുള്ള കുറേ ആളുകളെ നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് വാച്ച് ചെയ്യുക. കൊടുക്കുന്ന കാശിന് ഒട്ടും നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കേണ്ടി വരില്ല. 100% ത്രില്ലർ മൂവി. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഡിഫറെൻ്റ് അപ്രോച്ചുള്ള ഒരു മൂവിയാണ്. അതായത് അതിൻ്റെ സ്ക്രീൻ പ്ലേ, നറേറ്റീവ് പാറ്റേൺ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. മാത്രമല്ല മമ്മൂക്കയെ നമ്മൾ കാണാത്തൊരു ഷെയ്ഡിലാണ് ഈ പടം. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഷെയ്ഡിൽ മമ്മൂക്കെ. അത് കാണാൻ വേണ്ടി ഓഡിയൻസിന് എന്തായാലും തിയേറ്ററിൽ വരാം. ഗംഭീര പടമാണ്, വേറൊരു അപ്രോച്ചാണ് മൂവി. അപ്പം പുള്ളി നമ്മളെ കുറച്ച് കാലമായിട്ട് ഞെട്ടിക്കുവാണല്ലോ, എക്സ്പെരിമെൻ്റൽ ഫേസിലാണല്ലോ പുള്ളി. അപ്പോൾ ഇതിലും നമ്മളെ ഞെട്ടിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഡയറക്ടർ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് ഈ പടം അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഗ്രേറ്റ് മൂവിയാണ്, പ്ലീസ് ടു വാച്ച്. ഞാനും ഇതിലൊരു നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്, അതും കണ്ടിട്ട് അഭിപ്രായം പറയും. പടം ഒരു രക്ഷയില്ല. മമ്മൂക്കയും വിനായകനും കൂടെ തിയേറ്ററിൽ കത്തിച്ചെന്ന് തന്നെ പറയാം. അതേപോലെ ഓരോ കഥാപാത്രങ്ങളും വളരെ മികച്ച ഒരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചേക്കുന്നത്. സംവിധാന മികവ് തന്നെയാണ് ഏറ്റവും എടുത്തത്. ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ആ ഒരു ഡയറക്ഷൻ അതെടുത്ത് പറയേണ്ടത് തന്നെയായിരുന്നു. അതേപോലെ പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും മമ്മൂക്കയും വിനായകനും ഉടനീളം അവർ ഓരോ സെക്കൻഡിലും അവരുടെ ഓരോ പ്രകടനം വളരെ മികച്ച തന്നെയായിരുന്നു. അതേ വരുന്ന ഓരോ ആർട്ടിസ്റ്റുകളും വളരെ മികച്ച, ലൊക്കേഷൻസിൻ്റെ കാര്യത്തിലായാലും ക്യാമറയുടെ കാര്യത്തിലായാലും സംഗീതത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഒന്നിനൊന്ന് തന്നെ മെച്ചമായിരുന്നു. തീർച്ചയായിട്ടും ഈ വർഷത്തെ ക്രിസ്മസും ന്യൂ ഇയറും കളങ്കാവൽ തൂക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടില്ല. ഫാമിലിയും ഒത്ത് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയായിരുന്നു ഈ ഒരു ചിത്രം. സ്റ്റോറിയൊക്കെ വളരെ മികച്ച തന്നെ നിന്നു. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ കഥാപാത്രം മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ നമ്മളുടെ ഉള്ളിലുണ്ടാവും. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം തന്നെയായിരുന്നു കളങ്കാവൽ. ക്രിസ്മസും അടുത്ത കൊല്ലവും മമ്മൂക്കയും വിനായകൻ ചേട്ടനും തൂക്കിയിരിക്കും. അതിൻ്റെ സംവിധായകന് ബിഗ് സല്യൂട്ട്. ഞാൻ ആളെ കണ്ടിരുന്നു, കൈ കൊടുത്തു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാനാണ് പറയണേ, ജിൽജിൽ മാളവനാണ് പറയണേ, എഴുതി വെച്ചോ നിങ്ങൾ പൊളിക്കുമെന്ന് പറഞ്ഞാൽ ഇത് പൊളിച്ചിരിക്കും. താങ്ക് യു. അതെ, മമ്മൂക്കയുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുമാണ്. നമ്മളിതുവരെ കാണാത്ത ഒരു അതെ, എന്താ പറയുക, ഒരു സ്ലോ ബേൺ ആണ്. നന്നായിട്ടുണ്ടായിരുന്നു. വിനായകൻ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. പുള്ളിയെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റും. ഇത് റിയൽ ലൈഫായിട്ട് ബേസ് ചെയ്ത് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ നടന്നിട്ടുള്ളതൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഓഫ് കോഴ്സ്.